ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം. ഷാനവാസും അനീഷും തമ്മിൽ ഒരു വഴക്കുണ്ടായി. ചെറിയ വഴക്കല്ല, ഇച്ചിരി വലിയ വഴക്കാന്ന് തന്നെ പറയാം. കാരണം വേറൊന്നുമല്ല, ഷാനവാസ് ഇരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ അനീഷ് എന്നിട്ട് പറഞ്ഞ് ബിഗ് ബോസിൽ ജയിലിൽ കിടക്കുന്നവരെ പുറത്തിറക്കേണ്ട ഉത്തരവാദിത്തം ക്യാപ്റ്റനുള്ളതാണെന്ന് പറഞ്ഞ്. ഇത് കേട്ടിട്ട് ഷാനവാസ് ഒന്നും പ്രതികരിക്കാതെ അങ്ങനെ അവിടെ തന്നെ ഇരുന്ന്. പുള്ളിക്കാരൻ നല്ല ഉറക്കക്ഷീണമുണ്ട്. കാരണം ഇന്നലെ എല്ലാവരും ഇച്ചിരി ലേറ്റായിട്ടാണ് കിടന്നത്. അതുകൊണ്ട് ഷാനവാസ് അങ്ങനെ അവിടെ ഇരുന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അനീഷിന് ദേഷ്യം വന്ന് അനീഷ് പറഞ്ഞ് എടാ മരക്കഴുതേന്ന് വിളിച്ച്. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പം ഇത് തമാശക്ക് വിളിച്ചല്ല, ഇച്ചിരി സീരിയസ് ആയിട്ടാണ് വിളിച്ചത്. ഷാനവാസിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. ഷാനവാസിനെ അല്ലേ മരക്കരുതേന്ന് വിളിച്ചത്. അപ്പം ആ പുള്ളിക്കാരൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഷാനവാസ് അവിടെ ഇരുന്ന ഒരു തലേനെടുത്ത് അനീഷിനിട്ടെറിഞ്ഞ്, അനീഷ് ആ തലേനെടുത്ത് ഷാനവാസിനിട്ടെറിഞ്ഞ്, ഷാനവാസ് വീണ്ടും അതെടുത്ത് അനീഷിനിട്ടെറിഞ്ഞ്. അങ്ങനെ കുറച്ച് നേരം അവർ തലേണ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ്. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഷാനവാസിന് ദേഷ്യം കൂടിയപ്പം ഷാനവാസ് അവിടെ ഇരുന്ന ആ ഒരു കസേര എടുത്തിട്ട് അനീഷിനെ അടിക്കാൻ വേണ്ടി ഓങ്ങി. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ചെറിയ ഒരു വെളിച്ചത്തിലാണ് ഈ സംഭവം നടന്നത്. അല്ലാന്നെങ്കിൽ ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയേനായിരുന്നു. എല്ലാവരും കാണും, അവിടെ ഒരു അടി വീഴാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രശ്നം അങ്ങനെ തീർന്ന്. ഷാനവാസ് അടിച്ചൊന്നുമില്ല. എന്നാലും ഷാനവാസിനെ അങ്ങനെ അനീഷിനെ അടിക്കാനോ അല്ലെങ്കിൽ ഷാനവാസിനോട് അനീഷിനെ അങ്ങനെ പറയാനോ ഉള്ള യാതൊരു ഇതുമില്ല. കാരണം അനീഷ് പറഞ്ഞത് ശരിയാണ്, എന്നാലും അനീഷിനത് പറയാനുള്ളൊരു യോഗ്യതയില്ല. കാരണം അനീഷ് ക്യാപ്റ്റനായിട്ടിരുന്നപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് അനീഷിന് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോ കൂട്ടുകാരെ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കണമെങ്കിൽ മാത്രമേ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ശരി കൂട്ടുകാരെ.